കാഴ്ചയുടെ പരിമിതിയെയും ജീവിത വെല്ലുവിളികളെയും 61-ാം വയസ്സിലും സംഗീതം ജീവവായു പോലെ കാത്തുസൂക്ഷിക്കുകയാണ് ഗായകനും സംഗീത അധ്യാപകനുമായ ഇലന്തൂർ വേണുഗോപാൽ. കാണാം ഇലന്തൂർ വേണുഗോപാലിന്റെ വിശേഷങ്ങൾ. മറുകേലരാ ഓ രാഘവ മറുകേലരാ ഓ രാഘവ മറുകേലരാ ഓ രാഘവ മ്യൂസിക് സ്റ്റുഡിയോ ഇവിടെ അടുത്താണ്. ഇതെന്നോ കാരണം ഞാൻ അവിടെ ഒരു സംഗീതമൊക്കെ പഠിപ്പിക്കുന്ന ഇലന്തൂർ വേണുഗോപാൽ സാർ ഈ സ്റ്റുഡിയോക്കകത്ത് ഉണ്ടോ? ഞാൻ കേരള വിഷയം വരുവാണ്. അപ്പം ഇന്ന് സംഗീത ദിനമാണ്. അപ്പം ഒത്തിരിയധികം ശിഷ്യ ഗണങ്ങളുള്ള അവരെയൊക്കെ പാട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സാർ ഈ സ്റ്റുഡിയോയിലുണ്ടെന്ന് അറിഞ്ഞു. അപ്പം ഒന്ന് കാണാന്ന് കരുതി വന്നതാണ്. എത്ര വർഷമായിട്ട് സാറ്? ഞാൻ 1990 കോളേജിൽ നിന്ന് ഇറങ്ങി. അന്ന് പഠിപ്പിക്കാൻ തുടങ്ങിയാണ്. കുറേ കുട്ടികളെ ഉണ്ടായിരുന്നു. അപ്പൊ ഓർമ്മയിലൊക്കെ നിൽക്കുന്ന ഇപ്പം ഒരു ഏകദേശം മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, സെലിബ്രിറ്റികളൊക്കെ ആയവരൊക്കെ, അവരൊക്കെ ഓർമ്മയിലൊക്കെ ആരൊക്കെ പെട്ടെന്ന് ഓർമ്മ? അജിത് കൃഷ്ണൻ, ഇവിടെ പത്തനംതിട്ടയുള്ള ചുള്ളിക്കോടുള്ള പുള്ളി ഐഡിയ സ്റ്റാർസിംഗിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അത് പഠിപ്പിച്ചിട്ടുണ്ട്, കുറെ നാൾ പഠിപ്പിച്ചു. പിന്നെ ഉള്ളത് ഒരു രുക്മാ മോഹൻ ഉണ്ട്, അതും ഇവരൊക്കെ ഒരു ബാച്ചിലുള്ളതാണ്. അത് പിന്നെ അത് അധികം പോയില്ല, ഔട്ടായി പോയി. എങ്ങനെയായിരുന്നു സംഗീതത്തിന്റെ കീഴിലേക്കുള്ള തുടക്കം? തുടക്കം എന്ന് പറഞ്ഞാൽ ഞാൻ 10ാം ക്ലാസ്സിന് ശേഷം സംഗീതം നേരത്തെ സ്കൂളിൽ പാട്ടൊക്കെ പാടുമായിരുന്നു, അല്ലാതെ ഈ വേറെ പ്രത്യേകിച്ച് അങ്ങനെ. പിന്നെ 10ാം ക്ലാസ്സിന് ശേഷമാണ് ഞാൻ ഈ പാട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ കോളേജ് ചേർന്ന് അങ്ങനെ കോഴ്സ് കഴിഞ്ഞ് ഗാനഭൂഷണം, ഗാനപ്രവീണ ഇത്രയും പാസ്സായി. പ്രേക്ഷകർക്ക് വേണ്ടി ഇപ്പോൾ സ്റ്റുഡിയോയിൽ ഇരിക്കുവാണല്ലോ, ഒരു ഓർമ്മയിലെടുക്കുന്ന ഒരു 2 വരി ശിഷ്യനും എല്ലാം കൂടെ ഒന്ന് പാടാവും. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദന പടിയുള്ള പൊന്നു ഞാൻ. ചന്ദ്രകാന്തം കൊണ്ട് 4 കെട്ട്, അതിൽ ചന്ദന പടിയുള്ള പൊന്നു ഞാൻ. പ്രദീപ്, എത്ര വർഷമായി ഇത് സംഗീത മേഖല സാറിന്റെ കൂടെ? ഞാൻ ഏകദേശം ഒരു 10 വർഷത്തോളമായി സാറിൻ്റെ കൂടെ. ആദ്യം ഒരു 3 വർഷത്തോളം ക്ലാസ് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക് ആയിപ്പോയി. ഇപ്പം വീണ്ടും സാറിൻ്റെ സംഗീത ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ക്ലാസ് കൊണ്ട് എനിക്ക് വളരെ രീതിയിൽ പിന്നീട് എനിക്ക് സംഗീത സംവിധാന മേഖലയിൽ കടക്കാൻ കഴിഞ്ഞു. അത് സാറിൻ്റെ അടിസ്ഥാനമായിട്ട് സാർ പഠിപ്പിച്ച സ്വരങ്ങളിലൂടെ തന്നെയാണ്. അപ്പം എന്ത് സംശയം ഉണ്ടെങ്കിൽ എപ്പം ചോദിച്ചാലും സാറ് വളരെ ഭംഗിയായിട്ട് നമുക്ക് അത് പറഞ്ഞു തരികയും വളരെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു മാഷാണ്. ഇപ്പം തുടർന്നും ഞാൻ സാറിൻ്റെ കീഴിൽ സംഗീതം പഠിക്കുന്നുണ്ട്. സാറേ, ഉള്ള ഈ പുതിയ തലമുറയിലൊക്കെ സംഗീതം ഇഷ്ടപ്പെടുന്നത് കൂടുതലാണോ അതോ പഴയ തലമുറയിലാണോ? അല്ല, പറയുവാണെങ്കിൽ ഇന്നത്തെ തലമുറ ആൾക്കാരെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു പാട്ടുകാരനാകണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആൽബത്തിൽ പാടണം എന്നുള്ള. പക്ഷെ സംഗീതം പഠിക്കണം അവർക്ക് ഇന്നത്തെ താല്പര്യമില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഭൂരിപക്ഷം ആൾക്കാർ ഇപ്പം അങ്ങനെ വരുന്ന നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഈ ഇപ്പോഴത്തെ പാട്ടുണ്ടല്ലോ, ഈ ബഹളമുള്ള പാട്ടുകളും അല്ലെ അങ്ങനെയുള്ള പാട്ടാണ് അവർ കൂടുതലായിട്ട് നോക്കുന്നത്. ക്ലാസിക്കൽ പണ്ടത്തെ പഴയ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മളെ മനസ്സിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇന്നത്തെ പാട്ട് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല, പാട്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത പാട്ടാണ്. ലോകം ഒരു സംഗീത ദിനം കൂടി ആഘോഷിക്കുന്ന വേളയിൽ കാഴ്ചയ്ക്ക് അല്പം തന്നെ പരിമിതി ഉണ്ടെങ്കിലും 400-ലധികം യുവഗായകരെയാണ് മലയാളത്തിന് വേണ്ടി ഇലന്തൂർ വേണുഗോപാൽ എന്ന് പറഞ്ഞ ഈ സംഗീത സംവിധായകനോ അല്ലെങ്കിൽ പ്രേമിയോ ഒക്കെ മലയാളത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തുകൂടിയായ സംഗീത സംവിധായകൻ ഇലന്തൂർ പ്രദീപിൻ്റെ സ്റ്റുഡിയോയിലാണ് ഇപ്പോൾ പുതിയൊരു ഗാനം ചിട്ടപ്പെടുത്താൻ. അങ്ങനെ തലമുറകൾ തമ്മിലുള്ള ഒരു സംഗമ വേദി കൂടിയാകുകയാണ് ഈ ലോക സംഗീത ദിനത്തിൽ. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.